വീട്ടിലൊരു അടുക്കളത്തോട്ടം. വിഷപ്പച്ചക്കറികളിൽ നിന്ന് രക്ഷ നേടാൻ അനുയോജ്യമായ സ്ഥലത്ത് പച്ചക്കറി ഉണ്ടാക്കാൻ കഷ്ടപ്പെടുകയാണോ മലയാളി? മൊബൈൽ കുറച്ചുനേരം മാറ്റിവെച്ചാൽ ഏതൊരു മലയാളിയും ഫ്രീയാണ്. സംസ്ഥാനം കടന്നെത്തുന്ന വിഷപ്പച്ചക്കറികൾക്ക് തീ വില നൽകി പാചകപ്പുരയിൽ എത്തിക്കാൻ മത്സരിക്കുന്ന മലയാളി സമൂഹത്തിനൊരു ഓർമ്മപ്പെടുത്തലാണ് ഇനി കാണുന്ന റിപ്പോർട്ട്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ പണ്ടെങ്ങ ഒരു പാട്ടിൽ പാടിയ പോലെ പച്ചക്കറി ഇനി തട്ടിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ നിന്ന് പറിക്കണം. ഓരോ വീട്ടിലും ഒരു അടുക്കളത്തോട്ടം. വെണ്ടയ്ക്കയും വഴുതനയും പയറുമൊക്കെ വീടിന്റെ ഒരു ഭാഗത്ത് വിളഞ്ഞു നിൽക്കുന്നത് തന്നെ എത്ര മനോഹരമായ കാഴ്ചകളാണ്. കണ്ണിന് ഇമ്പവും മനസ്സിന് കുളിരും നൽകുന്ന ഈ കാഴ്ച തിരുവനന്തപുരം കുലശേഖരത്തുള്ള വിജയകുമാറിന്റെ വീട്ടിലാണ്. 20 വർഷത്തോളം അടുക്കളത്തോട്ടവും മട്ടുപ്പാവിലെ കൃഷിയുമൊക്കെയായി പരിചയസമ്പന്നനാണ് കക്ഷി. വീട്ടിലേക്ക് വേണ്ട ഒരുവിധം പച്ചക്കറികളെല്ലാം കയ്യെത്തും ദൂരത്ത് തന്നെ. മട്ടുപ്പാവിലെ കൃഷിയിൽ വിജയം കണ്ട് നാട്ടുകാരും കൃഷിഭവനുമൊക്കെ അവാർഡുകൾ നൽകി ആദരിച്ചു. നെൽകൃഷി വീടിന്റെ ടെറസിന് മുകളിൽ നട്ടുപിടിപ്പിച്ചു മികച്ച വിജയം കണ്ടു. 20 കിലോ അരി വരെ ഒരു സീസണിൽ കൊയ്തു. വേണമെങ്കിൽ നെല്ല് ടെറസിലും വിളയും. പൊള്ളും വില കൊടുത്ത് ചന്തയിൽ നിന്ന് വിഷം തിന്ന പച്ചക്കറി വാങ്ങുന്ന മലയാളികൾ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, എനിക്കെന്താ കൃഷി പറ്റൂലേ എന്ന്. പിന്നീട് അതിനൊക്കെ എവിടെ സമയമെന്ന് മനസ്സിൽ പറഞ്ഞ് സ്വയം ആശ്വസിക്കും. എന്നാൽ പണിയെടുക്കാനുള്ള മനസ്സ് മതി, സമയം താനേ വരുമെന്ന് വിജയകുമാർ. എല്ലാവർക്കും നേരം കിട്ടും. ഇത് നേരം കിട്ടാതെ ഇല്ല എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ്. മെനക്കെടാൻ വയ്യാത്തതുകൊണ്ടാണ്. എല്ലാവർക്കും നേരം കിട്ടും. ചെയ്യാമെന്നുള്ള മനസ്സ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. മൊബൈൽ കളിക്കുന്നതിൻ്റെ ഒരു 100 എന്ന് പറഞ്ഞാൽ 10 സമയം പോലും വേണ്ട. ഇനിയിപ്പോൾ ഇതിനൊക്കെ എവിടെ സ്ഥലം കാണുമെന്ന മലയാളിയുടെ മറ്റൊരു മടിയൻ ചോദ്യത്തിന് ഇതാണ് മറുപടി. മട്ടുപ്പാവിൽ നന്നായിട്ട് കൃഷി ചെയ്യാം. അത് ടെറസിൽ നേരിട്ട് വയ്ക്കാതെ ഇച്ചിരി ഉയർത്തി വയ്ക്കണമെന്നുള്ളതേ ഉള്ളൂ. അത് ചിരട്ട മഴ്ത്തി വെച്ചാലും മതി, ഇല്ലേ ഇഷ്ടിക വെച്ചാലും മതി. കുടുംബവുമൊത്ത് അടുക്കളത്തോട്ടത്തിൽ നിന്ന് തക്കാളിയും വെണ്ടയും പച്ചമുളകും ഒക്കെ പറിച്ച് അമ്മയ്ക്ക് കൊടുക്കുന്ന സുന്ദരമായ നിമിഷങ്ങൾ. കട്ടു തിന്നാൻ വരുന്ന ചിലയ്ക്കുന്ന പക്ഷിക്കൂട്ടവും മനസ്സിൽ മായാതെ നിലനിൽക്കണം. ജോലിഭാരം കഴിഞ്ഞ് വിഷമില്ലാത്ത വിശ്വാസത്തോടെ കഴിക്കാൻ ഇത്തരം അടുക്കളത്തോട്ടം നാം നിർബന്ധമാക്കണം. വിലക്കയറ്റത്തെപ്പറ്റി വേവലാതിപ്പെടുന്ന നാം വിത്തിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ഗോപൻ പ്ലാവോടിനൊപ്പം റിപ്പോർട്ടർ വിഷ്ണു കരുവാരകുണ്ട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.